ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമുക്കിവിടെ സുഖമാണ്. നമ്മളിന്നിവിടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യണൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മക്കളെ. അപ്പോൾ താങ്കളെല്ലാവരും ഒന്ന് കണ്ടു നോക്കി. നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ അടുപ്പ് ശരിക്കും കത്താത്ത വിഷയം. അത് തിളച്ച് അതിൻ്റെ മേലെ കൂടെ ചിന്തിയിട്ടാണ്. അപ്പോൾ അതിൽ പോയി അടയണതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കടയിലൊന്നും റിപ്പയറിന് കൊണ്ടുപോയി കൊടുക്കാതെ എളുപ്പമായിട്ട് പണിയെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ മക്കളെ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിങ്ങാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും. ലൈക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ മക്കളെ. നിങ്ങൾ ആ ലൈക്ക് നമുക്ക് വലിയൊരു കാര്യമാണേ. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് അടിച്ചിങ്ങാണ്ട് കാണണേ എൻ്റെ കൂട്ടുകാരെല്ലാവരും. ആരും അതിന് മറക്കരുത്. നിങ്ങൾ ആദ്യം ആ ലൈക്കണ്ട് അടിച്ചോണ്ടി. അപ്പോൾ പിന്നെ കണ്ടു കഴിയുമ്പോൾ മറക്കൂലേ. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണത് എന്താണെന്നറിയോ? അപ്പസോഡയും നാരങ്ങയാണ് കേട്ടോ. അപ്പസോഡയാണ് നമ്മൾ ഈ കിട്ടുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാരങ്ങയ്ക്ക് പിഴിഞ്ഞ് പാരുന്നിടത്തോളം പത പൊന്തിങ്ങോണ്ട് വരുന്നില്ലേ. അപ്പോൾ അടുപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്, ബെസ്റ്റ് സാധനമാണ് അപ്പസോഡയും നാരങ്ങ. അപ്പോൾ നമ്മളതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ലോണം ഇളക്കിങ്ങാണ്ടേ ആ അപ്പസോഡ കണ്ട് ഒരു കോളം ഇതാ ബർണറൈക്കാൻ എടുത്തിടുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും ഈ പരിപാടി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ അടയണ പ്രശ്നം വരില്ല. കുറച്ചൊന്നും കത്തൽ കമ്മിയായാൽ തന്നെ അത് അടഞ്ഞാൽ നമുക്ക് ചൂട് നല്ലോണം കിട്ടൂല അടുപ്പിന്. നമ്മളെ ഗ്യാസ് കത്തി കയ്യെന്നല്ലാതെ അടുപ്പിന് ചൂട് കിട്ടൂല. അപ്പം നമ്മൾ ചെയ്യുന്ന പണി നിങ്ങൾക്ക് കൊണ്ട് കാട്ടി തന്നതാണ് കേട്ടോ. ഈ വെള്ളം തന്നെ കുറച്ച് ആ ബർണർ അതിൽ എടുത്ത് വെച്ചിങ്ങാണ്ടേ നമ്മൾ അടുപ്പൊന്നിട്ട് ചെരിച്ച് വെച്ചിങ്ങാണ്ട് ഗ്യാസ് വരുന്നൊരു ഓട്ടയുണ്ട്, ചെറിയൊരു ഓട്ട. ആ ഓട്ടമൊക്കെ കൂടിയും കുറച്ചുണ്ടാക്കി കൊടുത്താൽ അതിലുള്ള ചപ്പും ചണ്ടിയും അതുകൊണ്ട് പോവും. അടഞ്ഞിങ്ങനെ കിടക്കിയേക്കാരേ ഇതങ്ങനെ ചെരിച്ചിങ്ങാണ്ട് അതിൻ്റെ ആ ഓസുമക്ക് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൂചി പോലുള്ളൊരു സൂചിയോളം പോകുന്നൊരു ഓട്ടയെ കാണുള്ളൂ. അവിടേക്ക് നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കി കൊടുത്താൽ മതി. തുള്ളി കഴിയുമ്പോൾ പെട്ടാൽ മതി, എന്നാൽ തന്നെ ശരിയാവും. നോക്കാം നിങ്ങൾ, നമ്മളെ അടുപ്പ് 6 വർഷമായി, 5 വർഷം കഴിഞ്ഞു. നമുക്ക് സാധാ അടുപ്പില്ലേ, നമ്മൾ ഈ ഗ്യാസ് അടുപ്പുമ്പോൾ തന്നെയാണ് ഒക്കെ വെക്കൽ. വല്ല പെരുന്നാളോ വല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൂ പുറത്തടുപ്പ് വെക്കുക. അത് കല്ല് വെച്ചിങ്ങാണ്ട് പിന്നെ ആ ചട്ടിയൊന്നും തേച്ച് കിട്ടുമ്പോൾ നമുക്ക് പണിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇതിമ തന്നെയാണ് ഒക്കെ കാട്ടൽ. നമ്മളെ നാട്ടിലത്തെ മാതിരി അടുപ്പുണ്ടെങ്കിൽ സുഖമാണ്. അതിന് എന്ത് തിളച്ച് ചിന്തിയതും കരി പൊടിച്ചതോ എന്തുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കാട്ടിയാലേ ആണ് പോവും. പിന്നെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ മാത്രം കുറച്ച് വിമ്മോ സോപ്പും പൊടിയോ എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മളിവിടെ വിമ്മ് കലക്കിങ്ങാണ്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ. വിമ്മ കൊണ്ട് തോണ്ടിങ്ങാണ്ട് എടുത്താൽ അതിൻ്റെ ഒരു പച്ചപ്പൊടി ഉണ്ടല്ലോ, ആ പൊടി ഇങ്ങനെ നിൽക്കും. ഇതിങ്ങനെ കലക്കിങ്ങാണ്ട് ഈ വെള്ളത്തിലും കൊണ്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഒഴിച്ച മാതിരിയൊക്കെ എളുപ്പമുണ്ട് പരിപാടി. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല വൃത്തിയായിക്കണ്. പിന്നെ നമ്മൾ കരി പിടിച്ചാനൊന്നും നിൽക്കൂല കേട്ടോ. ദിവസം തോത്തി തുടച്ച് നന്നാക്കും. എന്നാലും നമുക്കതൊരു തീർപ്പതിയാണെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് കഴിച്ച് കേങ്ങാണ്ട് എടുക്കണം. അപ്പോൾ നാട്ടിൽ പോയി വന്നതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഒന്ന് അടിച്ച് തുടച്ച് കേകി ഉണ്ടാക്കണം. കരുതിയ മാതിരിയിട്ട് വെജ്ജേനും ചുട്ടിട്ടാണെങ്കിൽ മക്കളെ, ചുട്ടിട്ടാണെങ്കിൽ എവിടെയും നിൽക്കാൻ വെച്ച, ഇരിക്കാനും കിടക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. എന്താണ് ചൂട്. പിന്നെ മക്കളെ, എൻ്റെ കൂട്ടുകാർ ഓരോരുത്തരും ചോദിച്ച ചോദ്യത്തിനുള്ള ഒറ്റ മറുപടി ആയിട്ട് ഞാനൊരിക്കൽ വരണ്ട്. പിന്നെ എന്നാൾ മരിച്ചത് താത്ത നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു 2 കൊല്ലം മുന്നേ. അതെൻ്റെ അഞ്ചത്തിൻ്റെ മോനാണ് കേട്ടോ മക്കളെ. അഞ്ചത്തിൻ്റെ മോനാണ്, വലിയ കുട്ടിയേനും 17 വയസ്സ് കഴിഞ്ഞിനും ഓന് മരിച്ചിന സമയത്ത്. അതെനിക്ക് പറയാൻ എനിക്ക് കൂടുതൽ അതിനെക്കൊണ്ട് എനിക്ക് വയ്യ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അനിയത്തിൻ്റെ കുട്ടിയേനും മക്കളെ. പിന്നെ അതേപോലെ തന്നെ ലൈലാൻ്റെ മുഖം പിന്നെ ഇതിൽ കാണിച്ചിനല്ലോ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞു.
അപ്പോൾ അത് ലൈലാൻ്റെ മുഖം കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ കാണിച്ചൊരു വീഡിയോ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല കേട്ടോ മക്കളെ. ഇനി ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കട്ടെ, അപ്പോഴേ അറിയുള്ളൂ. എനിക്കറിയില്ല. ഞാൻ എൻ്റെ അറിവിലും കേട്ടതിലും കണ്ടതിലും ഒക്കെ ഞാൻ ലൈല മുഖം കാണിക്കാതെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഓളോളെ മാപ്പിളിൻ്റെ സമ്മതത്തോടെ കാണിച്ചിട്ടുണ്ടാവും, അല്ലാതെ അത് കാണിക്കാൻ വഴിയില്ല. അപ്പോൾ അതാ അങ്ങോട്ട് നോക്കാൻ നിങ്ങൾ, അടുപ്പ് തിളങ്ങും. ഇവിടെയൊക്കെ പിടിച്ച് നോക്കുമ്പോൾ പിടിച്ച് തുടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അടിയിൽ ബ്ലേഡിൻ്റെ മാതിരിയല്ലേ, കയ്യേറ്റ ഇതാവുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. ഇനി നമ്മളീ ബർണറേ നല്ലോണം നിങ്ങോട്ട് ബ്രഷ് വെച്ചിങ്ങാണ്ട്, നമ്മൾ പല്ലിയേക്കണ ബ്രഷ് വേണ്ടാത്ത ഒഴിവാക്കിയതാണ് കേട്ടോ. അത് വെച്ചിങ്ങാണ്ട് നല്ലോണം കഴുകിയാലേ, ബ്രഷ് ചെയ്യണം എന്നെങ്കിലും ഉള്ളൂ അതിൻ്റെ ആ ഓട്ടിയിലുള്ള പൊട്ടും പൊടിയും ഇരുമ്പൊടിച്ചതൊക്കെ പോരുക. അത് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്തിങ്ങാണ്ട് നല്ലോണം കഴുകിയിട്ട് നല്ല പൈപ്പിൻ്റെ തൊട്ട് കാട്ടിങ്ങാണ്ടേ നല്ലോണം ഒന്ന് കഴുകിങ്ങാണ്ട് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി. വെയിലത്താക്കണമെന്നൊന്നുമില്ല, അത് കഴുകിങ്ങാണ്ട് വെള്ളം എടുക്കുമ്പോൾ ഇങ്ങനെ ആവുകയാണെങ്കിൽ ഇങ്ങാണ്ട് ചപ്പാത്തിയാവും. എൻ്റെ കൂട്ടുകാർ കരുതുന്നുണ്ടാവും പിന്നെ വാഷ് ബേസ് എന്താ ഇങ്ങനെയാണ്. വാഷ് ബേസ് മക്കളെ അത് സിമെൻറ്റിൻ്റെ ആണ് കേട്ടോ. സിമെൻറ്റിൻ്റെ അല്ല, ഈ കടപ്പക്കല്ലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ അങ്ങനത്തതേ വെക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റീലിൻ്റെ വെക്കണം എന്നൊക്കെ തന്നെയാണ്. സ്റ്റീലിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഉപ്പുവെള്ളത്തിന് നമ്മൾ എത്ര കേക്ക് വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല, നമുക്ക് വൃത്തി തോന്നൂല. ഈ വെള്ള കളർ ഇങ്ങനെ കാണും. സിമെൻറ്റിൻ്റെ ആയിട്ട് തന്നെ നോക്കാൻ നിങ്ങൾ വെള്ള കളർ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കണ്ടേ, അത് കാണുമ്പോൾ നമുക്കൊരു ഇടങ്ങാറാണ്. അപ്പോൾ അതാ എല്ലാ സാധനവും കേകൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് അടുപ്പമാണ് വെച്ചിങ്ങാണ്ട് കത്തിച്ചും കാട്ടിത്തരാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് മക്കളെ. നിങ്ങൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് കാണുകൊണ്ടിയും. അതേമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും വീഡിയോക്ക്, ആ അഭിപ്രായം നിങ്ങൾ അവിടെ ഉണ്ട് രേഖപ്പെടുത്തിക്കൊണ്ട് കമൻറ്റ് ബോക്സിലേ. എന്ത് അഭിപ്രായമാണെങ്കിലും എൻ്റെ കൂട്ടുകാരവിടെ എഴുതിക്കൊണ്ടി. അപ്പോൾ ദാ ഇതിവിടെ കേക്ക് കഴിഞ്ഞു. ഇനി അടുപ്പമൊക്കെ വെച്ചിങ്ങാണ്ട് ഒന്നും കത്തിച്ച സൂപ്പറായിട്ട് കത്തുകയും ചെയ്യും. നല്ലതാണ്. നിങ്ങൾ കടയിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. അപ്പോൾ ദാ ഇനി ബർണറും വെച്ചു. ഇനി നമുക്കൊന്ന് കത്തിച്ച് നോക്കാനുള്ളൂ കേട്ടോ. ഇതാ കത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.